നമസ്കാരം. മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ താരമാണ് നടനും മോഡലും ബോഡി ബിൽഡറും എല്ലാമായ ഷിയാസ് കരീം. ബിഗ് ബോസിൽ എത്തിയപ്പോൾ മുതലായിരുന്നു ഷിയാസിനെ പ്രേക്ഷകർ അടുത്തറിഞ്ഞു തുടങ്ങിയത്. ചുരുങ്ങിയ സമയം കൊണ്ടാണ് സ്വന്തം പ്രയത്നത്തിലൂടെ ഷിയാസ് തന്റെ സ്ഥാനം ലൈംലൈറ്റിൽ ഉറപ്പിച്ചത്. ആരുടെയും പിന്തുണയില്ലാതെ മോഡലിംഗ് രംഗത്തേക്ക് എത്തിയ പെരുമ്പാവൂരുകാരൻ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ്. ബിഗ് ബോസിന് ശേഷം ഒട്ടനവധി ആരാധകരും ഷിയാസിനുണ്ട്. ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഷിയാസ് വിവാഹിതനായത്. സിനിമ, ടെലിവിഷൻ താരങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിവാഹം നടന്നത്. ദീർഘകാല സുഹൃത്തായ ദർഫയായിരുന്നു ഷിയാസിന്റെ വധു. ഒരു വിവാഹം നോക്കി തുടങ്ങിയ സമയത്ത് തന്നെ ദർഫയെ ഷിയാസ് കണ്ടിരുന്നു. എന്നാൽ പ്രായവ്യത്യാസം വലിയ ഘടകമായതുകൊണ്ട് തന്നെ അന്ന് പിന്മാറി. എന്നാൽ പിന്നെ ഒരു പെൺകുട്ടിയായി വിവാഹത്തോളം എത്തിയ ബന്ധം മുടങ്ങി. അപ്പോഴും വിധി വീണ്ടും ദർഫയിൽ എത്തിച്ചു. ദർഫയുടെയും ജീവിതത്തിൽ സമാനമായ അനുഭവം കണക്റ്റഡ് ആകാൻ സമയം അധികം വേണ്ടി വന്നില്ല. ദുബായിൽ സെറ്റിൽഡ് ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇരുവരും കാണുന്നതും പതിവായി. അങ്ങനെ നല്ല സുഹൃത്തുക്കളായിരുന്നവർ ജീവിതത്തിൽ ഒന്നായി. സോഷ്യൽ മീഡിയയിൽ സജീവമായ ഷിയാസ് പങ്കിടുന്ന ചിത്രങ്ങളെല്ലാം തന്നെ നിമിഷ നേരം കൊണ്ടാണ് വൈറലായി മാറാറുള്ളത്. ഷിയാസ് പോകുന്ന ഇടങ്ങളിലെല്ലാം ദർഫയും ഉണ്ടാകും. തന്റെ ഭാര്യയെ വീട്ടിലിരുത്താൻ അല്ല ഞാൻ വിവാഹം കഴിച്ചതെന്നാണ് ഷിയാസ് പറഞ്ഞത്. ഇപ്പോഴിതാ തന്റെ പ്രണയം പങ്കുവച്ചെത്തിയിരിക്കുകയാണ് ദർഫ. തന്നെ ഇരു കൈകളിലും എടുത്ത ഇക്കയുടെ പടങ്ങൾ സഹിതമാണ് ദർഫ പോസ്റ്റ് ചെയ്തത്. ഓരോ ദിവസങ്ങൾ കഴിയും തോറും എനിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിന് അതിരുകളില്ല. ഞാൻ പ്രണയത്തിൽ വീണു പോയിക്കൊണ്ടിരിക്കുന്നു. എന്റെ ഈ ചിരിക്ക് പിന്നിലെ യഥാർത്ഥ ശക്തി അത് നീ മാത്രമാണ്, എന്റെ ജീവൻ എന്നാണ് ദർഫ കുറിച്ചത്. ഇരുവരുടെയും വിവാഹങ്ങൾ മുടങ്ങിയത് ഇവർ ഒന്നിക്കാൻ തന്നെയാണ്. അത് പടച്ചവന്റെ തീരുമാനമെന്നാണ് ആരാധകർ പറയുന്നത്. ഷിയാസിനേക്കാൾ ഏറെ പ്രായവ്യത്യാസമുണ്ട് ദർഫയ്ക്ക്. വളരെ ചെറിയ കുട്ടിയാണ്. പ്രായമൊന്നുമില്ല. അവൾക്ക് 22 വയസ്സാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അവൾ ചെറിയ മോളാണ്. ഇവളുടെ 22 വയസ്സുള്ളപ്പോ ഞാൻ ജീവിക്കാൻ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ചെറിയ കുട്ടിയാണ് അവളെന്ന് ഷിയാസ് പറഞ്ഞിരുന്നു. നമുക്ക് ഇടയിൽ പ്രായവ്യത്യാസമുണ്ടെന്നാലും സൗഹൃദവും സ്നേഹവും വിവാഹത്തിലേക്ക് എത്തിച്ചു എന്നാണ് ഷിയാസ് പറഞ്ഞിരുന്നത്. ഒരിക്കൽ വിവാഹ നിശ്ചയം വരെ കഴിഞ്ഞതായിരുന്നു ഷിയാസിന്റേത്. ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയ പാടെ വിവാഹം ആലോചിച്ചു തുടങ്ങിയതാണ് ഷിയാസിന്. എന്നാൽ അന്നൊന്നും വിവാഹം നടന്നിരുന്നില്ല. ഒരിക്കൽ ഷിയാസിന്റേതെന്ന പോലെ ദർഫയ്ക്കും വിവാഹം ഉറപ്പിച്ചിരുന്നു. എന്നാൽ അത് മുടങ്ങി. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വിധി ഇരുവരെയും ഒന്നാക്കി. ദർഫ അബുദാബിയിലാണ്, എമിറേറ്റ്സ് MBDയിലാണ് ജോലി. അവർ കുടുംബമായി അവിടെയാണ് താമസം. ഇനി താനും മിക്ക ദിവസങ്ങളും അവിടെ ആകുമെന്നും ഷിയാസ് മുൻപ് വ്യക്തമാക്കിയിരുന്നു.